മൂന്ന് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർമാർട്ട്. അവന്യൂ സൂപ്പർമാർട്ട് കഴിഞ്ഞ ദിവസം 2.5% ഉയർന്ന് 4158 ക്ലോസിംഗ് നൽകി. 2.7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 111.24, 52 വീക്ക് ഹൈ 4238, 52 വീക്ക് ലോ 3300. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ഒരു ബ്രേക്ക്ഔട്ടിന് ശ്രമിക്കുന്നു. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ CLSA അവന്യൂ സൂപ്പർമാർട്ടിന് ബൈ എന്ന റേറ്റിംഗും 26% അപ്സൈഡിലുള്ള ടാർഗറ്റായ 5107 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. റീറ്റെയിൽ സെക്ടറിൽ ഭൂരിഭാഗം കമ്പനികളും അൺഓർഗനൈസ്ഡ് കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇവിടെ ഓർഗനൈസ്ഡ് കാറ്റഗറിയിൽ തന്നെ 50,000 കോടി രൂപയുടെ മാർക്കറ്റ് അഡ്രസ് ചെയ്യുന്ന ഒരു ലീഡിംഗ് കമ്പനിയാണ് അവന്യൂ സൂപ്പർമാർട്ട്. 2034 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റോറുകളുടെ എണ്ണത്തിൽ 3 മടങ്ങ് വർധനവ് വരും. കൂടാതെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് മോഡൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ 6 മാസമായി സ്റ്റോക്ക് 6% റിട്ടേണും 1 വർഷമായി 20% റിട്ടേണും മാത്രമാണ് നൽകിയത്. ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുന്നതും കൺസോൾട്ടേഷൻ റേഞ്ചിലുള്ളതുമായ സ്റ്റോക്കിൽ ബ്രേക്കൌട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ അവന്യൂ സൂപ്പർമാർട്ടിന്റെ നെറ്റ് പ്രോഫിറ്റ് 17.09% ഉയർന്ന് 589 കോടിയിൽ നിന്നും 690 കോടിയിലേക്ക് ഉയർന്നിരുന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 17.3% വർദ്ധിച്ച് 11,569 കോടിയിൽ നിന്നും 13,572 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. 4,280 കോടി രൂപയുടെ റെസിസ്റ്റൻസ് ആണ് സ്റ്റോക്കിനുള്ളത്. സ്റ്റോക്കിന്റെ സപ്പോർട്ട് കണ്ടിന്യൂസ് ആയി അപ്സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. ആദ്യം 3,250 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരുന്നു. പിന്നീട് റെസിസ്റ്റൻസ് 3,580 മാറുകയും പിന്നീട് റെസിസ്റ്റൻസ് 3,780 ഷിഫ്റ്റ് ആവുകയും ചെയ്തു. ഇപ്പോൾ 4,000 സൈക്കോളജിക്കൽ സപ്പോർട്ടും 3,780, 3,800 സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. ഇവിടെ നിന്നും 4,280 എന്ന ലെവലിൽ ഒരു ട്രയാങ്കുലർ ബ്രേക്കൌട്ട് വരാനുള്ള സാധ്യത കൂടുതൽ. രണ്ടാമത്തെ സ്റ്റോക്ക് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.19% ഉയർന്ന് 1,879 ക്ലോസിംഗ് നൽകി. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനി വർക്ക്ഷോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി മുംബൈ പോർട്ടിൽ നിന്നും 14.5 ഏക്കർ ലാൻഡ് 384 കോടി രൂപയ്ക്ക് ലീസിനെടുത്തിട്ടുണ്ട്. ഏകദേശം 29 വർഷത്തിലേക്കാണ് കമ്പനി മുംബൈ പോർട്ട് അതോറിറ്റിയിൽ നിന്നും ലാൻഡ് ലീസിനെടുത്തിരിക്കുന്നത്. കമ്പനി വർക്ക്ഷോപ്പ് സെറ്റപ്പ് ചെയ്യുന്നു എന്നുള്ളത് ബിസിനസ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ശ്രദ്ധിക്കാം. 2,500 രൂപയിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി 1,880 ട്രേഡ് ചെയ്യുന്നു. 1,750, 1,800 തുടങ്ങിയ സ്റ്റോണുകൾ സ്റ്റോക്കിന്റെ പ്രധാന നെക്ക് ലൈൻ സപ്പോർട്ട് കൂടിയാണ്. ഇവിടെ മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിൽ ഒരു ഡബിൾ ടോപ്പ് രീതിയിലുള്ള ബിയറിഷ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതേസമയം സ്റ്റോക്ക് അതിന്റെ സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 1,780 മുതൽ 1,800 വരെയുള്ള സോണുകളിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നടത്താവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.31% ഉയർന്ന് 358 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 11,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 46.90, ഡിവിഡൻഡ് ഈൽഡ് 0.56%, 52 വീക്ക് ഹൈ 491, 52 വീക്ക് ലോ 96 രൂപ 25 പൈസയും. റെയിൽടെൽ കോർപ്പറേഷന് ബീഹാർ എഡ്യൂക്കേഷൻ പ്രോജക്ട് കൗൺസിലിൽ നിന്നും 99 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ക്ലാസ് 7 മുതൽ ക്ലാസ് 12 വരെയുള്ള സ്റ്റുഡൻറ്റുകൾക്ക് സ്റ്റുഡൻറ് കിറ്റ് നൽകുന്നതിന് ആവശ്യമായ ഒരു ഓർഡറാണ് റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രൊവൈഡർ കമ്പനിയാണ് റെയിൽടെൽ എന്ന കമ്പനി. കൂടാതെ കമ്പനിക്ക് പാൻ ഇന്ത്യ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്കുമുണ്ട്. കമ്പനി മിനി രത്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 94.49% വർദ്ധിച്ച് 62 കോടിയും കമ്പനിയുടെ റവന്യൂ 47.18% വർദ്ധിച്ച് 668 കോടിയുമായി ഉയർന്നിരുന്നു. 475 നിന്നും സ്റ്റോക്ക് കറക്റ്റായി 300 എത്തുകയും 300 നിന്നും സ്റ്റോക്കിൽ ഒരു ഹെവി ബൈയിങ് ആരംഭിക്കുകയും ചെയ്തു. സ്റ്റോക്ക് ഇപ്പോൾ 358 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 300 പ്രധാന സപ്പോർട്ടും 400, 425 തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്